ഹലോ ഗായ്സ്, യാബാണ് പാങ്ങാടൻ. അപ്പൊ ഞാനും കൂടെ ഇങ്ങനെ ബൈക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടാ പോണെന്ന് വെച്ചാല് ഞാനും ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പൊ എന്തിനാ ഞാൻ ബാംഗ്ലൂർക്ക് പോണെന്ന് വെച്ചാല് എനിക്ക് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. ഇപ്പോ അതിന് SVPI ടെസ്റ്റ് എന്നാണ് പറയാ. അതൊരു സ്കിൽ ടെസ്റ്റ് ആണ്. നമ്മൾ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കുക വേണം, പിന്നെ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റും ഉണ്ട്. അപ്പൊ ഞാൻ പോകുന്നത് സാം ടൂറിസ്റ്റ് എന്നൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ബസ്സിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചില്ലീസ് ജംഗ്ഷനിൽ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഓരോ ചായ ഒക്കെ കുടിച്ചാടെ അങ്ങനെ ഉത്തരക്കുമ്പോ ഇതാ വരുന്നു നമ്മളെ ബസ് കേട്ടോ. ഈ ബസ് AC സ്ലീപ്പർ ആണ്, അതിന്റെ സീറ്ററും ഉണ്ട്. ഇത് 6:45 ഇവിടെ പെരിന്തൽമണ്ണയിൽ നിന്ന് പുറപ്പെടുക. ഞാൻ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. എനിക്ക് 1249 രൂപയാണ് ബുക്കിംഗ് ചാർജ് ആയത് കേട്ടോ. അങ്ങനെ നമ്മളെ കൂടിന് കയ്യും കൊടുത്ത് യാത്രയും പറഞ്ഞാണ്ട് ഞാൻ ബസ്സിൽ കയറിട്ടോ. പുലർച്ചെ 5:40 നമ്മളെ കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുക ബാംഗ്ലൂരിൽ. സ്ലീപ്പർ ബസ്സിലെ ഈ യാത്ര എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വണ്ടിയുടെ ഉൾവശമൊക്കെ നല്ല കിഡിലൻ സെറ്റപ്പ് ആണ്. നമ്മൾ ഉള്ളിലേക്ക് കയറിയുമ്പോൾ ലെഫ്റ്റ് സൈഡില് സീറ്ററും അതിന്റെ മുകളിലായിട്ട് സ്ലീപ്പറും ഉണ്ട്. പക്ഷേ റൈറ്റ് സൈഡിൽ മുഴുവൻ സ്ലീപ്പർ ആണ്. അങ്ങനെ നമ്പർ നോക്കി സീറ്റ് നോക്കുമ്പോൾ ലാസ്റ്റിലാണ് എന്റെ സീറ്റ് കിടക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട കോണിയെ ചവിട്ടിട്ടാണ് ഞാൻ മുകളിലേക്ക് കയറിയത് കേട്ടോ. 6:45 വണ്ടി പുറപ്പെട്ടു. പിന്നെ നമ്മൾ മഞ്ചേരിയിലാണ് എത്തിയത്. മഞ്ചേരിയിൽ നിന്ന് പിന്നെ ആൾക്കാർ അവിടെ നിന്ന് കയറാണ്ടായിരുന്നു വേറെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സീറ്ററിലൊന്നും ഇരുന്നു. അവിടെ കുറച്ച് സീറ്റ് കാലുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കയറിയിരുന്നതാണ്. അപ്പൊ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഇവര് രണ്ടാളും മണ്ണാർക്കാട് ഉള്ള ആൾക്കാരാണ് കേട്ടോ. അത് നമ്മൾ വീണ്ടും നമ്മളെ സ്ഥലത്തേക്ക് തന്നെ കയറി. അപ്പൊ എന്റെ ഓപ്പോസിറ്റിലെ സ്ലീപ്പറിൽ രണ്ടാൾക്കാരുണ്ട്. ഇവർ രണ്ടുപേരും മഞ്ചേരിയിൽ നിന്ന് കയറിയതാണ്. ഇവര് പിന്നെ നമ്മളെ ദൂരുള്ള ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്റെ സ്പേസിന്റെ കട്ടണൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കിടന്നു കേട്ടോ. സ്ലീപ്പർ ബസ്സിൽ എന്റെ ഫസ്റ്റ് യാത്ര ആയതുകൊണ്ട് നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. നമ്മൾ നൈറ്റ് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടുകയും ചെയ്യും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കർട്ടൻ മാറ്റിയിട്ട് ചില്ലിലൂടെ നോക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് കേട്ടോ. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായതുകൊണ്ട് പിന്നെ ഒന്നും കാണാനല്ലോ. ഞാൻ പിന്നെ എന്താ കിടന്നിട്ട് ഉറങ്ങി. അങ്ങനെ ബസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കാട്ടിക്കുളത്ത് നിർത്തിട്ടോ. അവിടെ കാണുന്ന പമ്പിൽ പോയി കണ്ട് മൂത്രക്കൊണ്ട് കൊണ്ട് ഒഴിച്ചാണ്ട് അത് കഴിഞ്ഞ് അവിടുത്തെ കടയിൽ കയറിയാണ്ട് നല്ല കട്ടൻ ചായയും അതുപോലെ തന്നെ ഒരു പത്തിരിയും കഴിച്ചിട്ടോ. ആ പത്തിരിക്ക് നല്ല ചൂടില്ലോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് നമ്മളെ ബോർഡ് കണ്ടപ്പോ ഞാൻ അവിടെ നിന്ന് പോയി നോക്കി. ഇത് കാട്ടിക്കുളം ടൗൺ കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ ജംഗ്ഷൻ ആണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ നമ്മളെ തോൽപ്പെട്ടി കുട്ട, വലത്തോട്ട് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ മൈസൂര് ബാവലി റൂട്ടാണ്. അവിടെ ഒരു ആവറേജ് തണുപ്പുണ്ടായിരുന്നു. അപ്പതിന് പിന്നെ വേറെ ബസ്സൊക്കെ അവിടെ വന്നു നല്ല തിരക്കായി കടയിലിട്ടോ. അങ്ങനെ നമ്മളെ ബസ്സിൽ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചാണ്ട് ബസ്സിൽ കയറിട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. ഇനി അങ്ങോട്ട് കുറച്ച് കണ്ട് കാടാണ്. കാട്ടിലുള്ള യാത്ര. അങ്ങനെ ഞാൻ എന്റെ സീറ്റിന്റെ കട്ടണൊക്കെ ഇട്ടാണ്ട് പിന്നെ നമുക്ക് കാടാണല്ലോ, നമുക്ക് കാട്ടിൽ എന്തെങ്കിലും കാണോ നോക്കാം. അങ്ങനെ വല്ല മൃഗങ്ങളൊക്കെ കാണോ നോക്കാൻ വേണ്ടിട്ട് നമ്മള് ചില്ലിന്റെ കട്ടണൊക്കെ മാറ്റി നോക്കുമ്പോ ആകെ ഒരു അപ്പൊ എനിക്ക് തോന്നി വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല, ഒരു മൃഗങ്ങളെയും കാണാൻ സാധ്യല്ല എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പുതപ്പിട്ടാണ്ട് പുതച്ചു മൂടിയാണ്ട് കിടന്നണ്ട് ഉറങ്ങി. കാരണം നമ്മള് വെറുതെ മൃഗങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ നിന്നെ സമയം കളയും. നന്നാക്കി ഒരു ഉറക്കണ്ട് ഉറങ്ങി. അങ്ങനെ നമ്മള് ബാംഗ്ലൂർ എത്തിട്ടോ. കെങ്കേരി സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങി. അവിടെ നല്ലൊരു ചായയും കുടിച്ചാണ്ട് ഒന്ന് നേരം പോളക്കോളം കുറച്ചേരം അവിടെ ഇരുന്നു. അങ്ങനെ നമ്മളെ സ്കിൽ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കുമ്പോൾ അവിടെ കുറച്ച് നടക്കാനുള്ളൂ. പിന്നെ ഞാനൊന്നും നോക്കില്ല, രണ്ടും കൽപ്പിച്ച് ഞാനാണ് നടന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു നായനെ കണ്ടിട്ടോ. ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോ വിപ്പറ്റി ഇനത്തിൽപ്പെട്ട നായാണ് എന്നാണ് പറഞ്ഞത്. അവരതിനെ കൊണ്ട് പ്രഭാത സവാരിക്ക് ഇറങ്ങിയത്. അങ്ങനെ ബാംഗ്ലൂരിൽ നേരം പരപരാവളും. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു ടോയ്ലറ്റ് പോയി കണ്ട് നേരെ അവിടെ പോയി ബാത്റൂമിലൊക്കെ പോയി കുളിച്ചു ഫ്രഷായി കുട്ടപ്പനായി നേരെ അപ്പുറത്തുള്ള ഒരു തട്ടുകടയിൽ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോ നല്ല ചൂട് ദോശ ഇങ്ങനെ പാർന്നുകൊണ്ടിരിക്കന്നെ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാനും ഓർഡർ ചെയ്തു 2 ദോശ. ഇതിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇതുപോലത്തെ 2-3 കടകളുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ പറഞ്ഞ സാധനം കിട്ടിട്ടോ. നല്ല ചൂടുള്ള 2 ദോശയും അതിക്കൊരു പരിപ്പ് വടിയും ഒരു ഉഴുന്നുവടിയും പിന്നെ കുറച്ച് ചട്ടനിയും പിന്നെ കുറച്ച് വേറെന്തൊരു കറി. എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഗൂഗിൾ മാപ്പ് ഓണാക്കി നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ തേരാപ്പാര ബാംഗ്ലൂർ തെരുവരുടെ അലഞ്ഞ് നടക്കുകയാണ്. ഒടുവിൽ നമ്മൾ പറഞ്ഞ സ്ഥലത്തിട്ടോ. ഇതാണ് നമ്മളെ ആസ്മാക്സ് എന്ന് പറഞ്ഞ ആ ടെസ്റ്റ് നടക്കുന്ന സ്ഥലം. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലോഡ് അല്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നാട്ടിലേക്ക് KSRTCയിലാണ് പിന്നെ ഞാൻ തിരിച്ചു പോകുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ പാണ്ടിക്കാടാണ് ഇറങ്ങിയത്. പാണ്ടിക്കാടേക്ക് ഇന്നെ കൊണ്ടുവരാനായിട്ട് നമ്മളെ കൂട് അവിടെ പാണ്ടിക്കാട് വന്ന് വണ്ടിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടോ ഗൈസ്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോസ് കാണാം. ആയിക്കോട്ടെ.